ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്ക മൂന്നാം നാളിലും മികച്ച പ്രകടനത്തോടെ കുതിച്ചു പായുകയാണ്. ബുക്ക് മൈ ഷോയിൽ എങ്ങും ഓറഞ്ച് അലേർട്ട് തന്നെ എന്ന് പറയാം. സിനിമ മൂന്നാം ദിനം ശനിയാഴ്ച മികച്ച റിപ്പോർട്ടുകൾ തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. ഈ ഒരു വിഷുക്കാലത്ത് വന്നതിൽ ഏറ്റവും മികച്ച റിപ്പോർട്ടിൽ നിൽക്കുകയാണ് ബസൂക്ക. കൂടെ വന്ന സിനിമകളെല്ലാം തന്നെ മികച്ചത് എന്നുള്ള പേര് വരുമ്പോൾ സിനിമ കൊലത്തൂക്കാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം സിനിമയ്ക്ക് നേടാനായത് വേൾഡ് വൈഡ് 7 കോടിക്ക് മുകളിൽ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 3.5 കോടിയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് 3.5 കോടിക്ക് മുകളിലും വന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചാനലിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ ബസൂക്കയുടെ ലേറ്റ് നൈറ്റ് ഷോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേറ്റ് നൈറ്റ് ഷോസിൻ്റെ അയ്യരുകളി എന്ന് തന്നെ പറയാം. ആദ്യ ദിനം 132ഓളം എക്സ്ട്രാ ഷോസ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഷോസാണ് സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെട്ടതെങ്കിൽ രണ്ടാം ദിവസം 113 മുകളിലുള്ള ഷോസ് ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഒഫീഷ്യലായി വന്നിരിക്കുന്നത് 125+ഉം അതുപോലെ തന്നെ 100+ എന്നുള്ള കാര്യങ്ങളാണ്. അതെ, ഈ ഒരു സിനിമയ്ക്ക് മികച്ച റെസ്പോൺസോട് കൂടി പോവുകയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സിനിമ കണ്ട് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പറയിച്ച് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതല്ല. മികച്ച രീതിയിലുള്ള സിനിമകളും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനുള്ള ചിത്രങ്ങളും വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങളും അതുതന്നെയാണ് മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് കോവിഡ് കാലത്തിന് ശേഷം കാണാൻ കഴിയുന്നത്. അതിനു മുമ്പ് വരെ ബാക്കിയുള്ള നടന്മാരെ പോലെ തന്നെയായിരുന്നു മമ്മൂട്ടി എന്ന നടനെങ്കിൽ പിന്നീട് അദ്ദേഹം വ്യത്യസ്തനാവുന്നതും അതുതന്നെയാണ്. ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും അദ്ദേഹത്തിൻ്റെ സിനിമ സെലക്ഷനിൽ തന്നെയാണ്. ഓരോ സിനിമയും വ്യത്യസ്തത പുലർത്തുന്ന രീതിയിൽ വരുമ്പോൾ ഈ ഒരു ഗെയിം ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമയും മിന്നിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ വരുന്നു. ഓരോ പ്രേക്ഷകനും അതിഗംഭീരം എന്ന് പറയുമ്പോൾ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഗെയിം ത്രില്ലർ അപ്പിയറൻസ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സ്റ്റൈലിഷ് കാര്യത്തിൽ മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ല. അതായത് എതിരാളി ഇല്ലാത്ത നടൻ എന്ന് തന്നെ പറയാം. പലരും കോട്ടും ഷൂട്ടുമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഏച്ചുകെട്ടലായിട്ട് തന്നെ തോന്നും. അത് അവരെ മോശമാക്കി പറയുകയോ കളിയാക്കിയിട്ടോ കാര്യമില്ല. ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജ് ഉണ്ട്, അത് തന്നെയാണ്. ചിലർ ഫ്ലെക്സിബിളാണ്, ചിലർ ഡാൻസ് കളിക്കുമെങ്കിൽ മമ്മൂട്ടിക്ക് അത് നടക്കാറില്ല. അതൊക്കെ അവരവരുടെ ബോഡി ലാംഗ്വേജിൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തത പുലർത്തുന്നത്. പക്ഷേ ഒരാളുടെ ആ ഒരു ന്യൂനതകൾ മാറ്റിവെച്ച് അയാളുടെ പോസിറ്റീവ്നെസ് നമ്മൾ എടുത്തിട്ട് അയാളെ യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രി വളരെ പിന്നോക്കമാണെന്ന് പറയാം. പല നടന്മാരെയും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന നടനെ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം ഇടിച്ചു കയറി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവം തെളിയിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ഇനിയും ഒന്നും നേടാനില്ലാത്ത സൂപ്പർ താരങ്ങളാണ് നമുക്കുള്ളത്. 40-45 വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഒന്നും തന്നെ നേടാനില്ല. പക്ഷേ അവിടെയും വ്യത്യസ്തനാവുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇനിയുമുണ്ട് തന്നിൽ നിന്ന് അഭിനയം വ്യത്യസ്തത പുലർത്തുന്നത് എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഏതൊരു പോസ്റ്റർ എടുത്താലും മമ്മൂട്ടിയുടെ ഏത് സിനിമയാണെന്ന് പറയാം. മറ്റ് ചിലരുടെ സിനിമകൾ നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരേ രൂപത്തിൽ ഒരേപോലെ ഏത് സിനിമയാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് ശരാശരി ഒരു മലയാളിയുടെ കൺഫ്യൂഷൻ തന്നെയാണ്. ഫാൻ ഫൈറ്റോ ഫാൻ ബേസോ ചെയ്തിട്ട് ആളുകൾ ചിന്തിച്ചാൽ അതവർക്ക് വേറെ ലെവലിലായിരിക്കും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ഒരു സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് 6 കോടിക്ക് അടുത്താണ്. അതായത് 5.25 കോടിക്ക് മുകളിലാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 2 ദിവസമായിട്ട് 13 കോടിക്ക് അടുത്ത് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്താണെങ്കിലും ഇന്നും എക്സ്ട്രാ ഷോസും ലേറ്റ് നൈറ്റ് ഷോസും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ടാണ്. മണിക്കൂറിൽ 2000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.